ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരിക്കുന്ന പദവിയെക്കുറിച്ചും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചും ശരിയായിട്ടുള്ള ജ്ഞാനമില്ല എങ്കിൽ അത് മനുഷ്യനെ നശിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാനിടയായിത്തീരും. ഈ നാളുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളതായ ചില വാർത്തകളാണ്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം നിമിത്തം 4 വ്യക്തികളുടെ ഓപ്പറേഷൻ മുടങ്ങുവാനിടയായിത്തീർന്നു. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതായ ഒരു സത്യസന്ധനും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും കൊള്ളാവുന്നതായ മിടുക്കനായിരിക്കുന്നതായ ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആണ് ഡോക്ടർ CH ഹാരിസ്. അപ്പോൾ ഡോക്ടർ CH ഹാരിസ് അത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആർക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് നേരെ കാരണം കാണിക്കൽ നോട്ടീസായി. അതുപോലെ തന്നെ പറയുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതായ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചില ഉപകരണങ്ങൾ കാണാതെ പോയി, അത് കളവ് പോവുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് വകുപ്പ് മന്ത്രിയുടെ വക ഉള്ള ആരോപണം കൂടെ വന്നു. ഇത് ആകെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാ പത്രമാധ്യമങ്ങളിലൊക്കെ അത് വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമുക്കറിയാം, അതായത് ഒരു നല്ല മനുഷ്യനെ തകർത്ത് കളയാനായിട്ട് ലോകത്തുള്ള സകല ശക്തികളും അതിനെതിരായിട്ട് കൂടും എന്നുള്ളത് സത്യമായ കാര്യമാണ്. ശ്രദ്ധിക്കണം. എന്നാൽ ആ മെഷീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടുകിട്ടുവാനിടയായി തീർന്നു. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടു കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യൻ തുറുങ്കിലടയ്ക്കുമായിരുന്നു. അതായത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്, ആ ഡോക്ടറുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ നാളിലാണ് ADM ആയിരുന്ന നവീൻ ബാബുവിനെ, അതായത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യനെ നമുക്ക് കേരളത്തിന് നഷ്ടമായി എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഇല്ല. ശ്രദ്ധിക്കണേ, ഇതേപോലെ തന്നെ ആത്മീയ നേതൃത്വങ്ങളിലും പലപ്പോഴും എന്തെന്നറിയാമോ, ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് പല പ്രസ്ഥാനങ്ങളും പൂട്ടിക്കെട്ടേണ്ടതായിട്ട് അനുഭവം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതായത് യോഗ്യതയില്ലാത്ത പലരും ആ പദവികളിൽ കയറിയിരുന്നിട്ട് അത് എന്ത് ചെയ്യണമെന്നറിയാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഹോശേയ 4:6 വാക്യം. അവിടെ പറയും ഇങ്ങനെയാണ്: മൈ പീപ്പിൾ ആർ ഡെസ്ട്രോയിഡ് ഫ്രം ലാക്ക് ഓഫ് നോളജ്. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അതായത് എൻ്റെ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നശിക്കുന്നു, അറിവില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അതായത് മനുഷ്യന് ചിലപ്പോൾ അവൻ്റെ മതത്തെക്കുറിച്ച് അറിയാമായിരിക്കാം, രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാമായിരിക്കാം, പക്ഷെ അവൻ കൈകാര്യം ചെയ്യുന്നതായ ആ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആയിരിക്കുന്ന പദവിയെക്കുറിച്ചോ അവന് മിക്കവാറും ബോധമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ട് പലവിധത്തിലുള്ള പ്രയാസങ്ങളാണ് മനുഷ്യൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കോബ് ലേഖനം 1-5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ ഒരു ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ ലഭിക്കും. ആകെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഈ സന്ദേശങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകും.